ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കണവത്തോരനാണ് കേട്ടോ. അതായത് കണവ വെച്ചിട്ട് നമ്മൾ ചെറിയ സൈസ് കണവയാണ് അത് വെച്ചിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കണവത്തോരൻ വെക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ഫുൾ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനൊരു 1/2 കിലോത്തോളം കേട്ടോ കണവ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. കണവ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പല നാട്ടിൽ പല പേരുകളാട്ടോ പറഞ്ഞത്. എറണാകുളത്ത് ഇതിനെ കൂന്തൽ എന്നാട്ടോ പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് തേങ്ങ കേട്ടോ, ഒരു മുറി തേങ്ങയുടെ ഒരു ചെറിയ തേങ്ങയിൽ നിന്ന് ഒരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് ചേർക്കാൻ കാരണം വെച്ചാൽ എനിക്കിവിടെ ചെറിയ 2 കുട്ടികളുണ്ട്. അതുകൊണ്ട് എരിവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഒരു കഷ്ണം ചെറിയ ഉള്ളി, അതൊരു ചെറിയ ഉള്ളി ഞാൻ താളിക്കുമ്പോൾ വേറെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ടേ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ, അരഞ്ഞു പോകരുതേ. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 10-15 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി 2-3 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, വേറൊരു ഓയിലും എടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാമേ. ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂണിനേക്കാളും ഒരു നുള്ളു ഓൾറെഡി നമ്മൾ തേങ്ങ ചതച്ചപ്പോഴേക്കും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒത്തിരി മഞ്ഞ കളറായി പോകണ്ട കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ ഇതൊന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഒരു 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണവയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാകുമെന്നാലും കുറച്ച് വെള്ളം കൂടി ചെയ്ത് വേകാൻ ആവശ്യമായ വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ വറ്റിയൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ചാറ് മൊത്തത്തിൽ നമുക്ക് ചാറ് ഫുള്ള് വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. ഇതാ ചാറൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. നമുക്കിത് മൊത്തത്തിൽ ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പൊതുവേ കൂന്തൽ കിട്ടിയാൽ ചെയ്യാറുള്ളത് കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൂന്തൽ റോസ്റ്റാണ് ചെയ്യുന്നത്. അതെല്ലാം ആദ്യമായിട്ടാണ് തോരൻ വെക്കുന്നത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂന്തലും കൊണ്ട് കൂന്തലിൻ്റെ വെള്ളം ഏകദേശം ഇവിടെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട്, അതായത് പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് വേഗം കൂന്തലൊക്കെ ഓൾറെഡി വെന്ത് വെള്ളമൊക്കെ വറ്റിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഒരു 2-3 മിനിറ്റ് മാത്രമേ ആ തേങ്ങ ചേർത്തതിന് ശേഷം അടച്ച് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കൂന്തൽ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.